അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിൻ്റെ മുഖ്യ ഭാഗം തന്നെയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. അള്ളാഹുവിന് സമർപ്പിക്കുന്ന ദുആ അത് അള്ളാഹു തആലാക്ക് സമർപ്പിക്കുന്ന ആരാധനയാണ്, ഇബാദത്താണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്തിൻ്റെ മജ്ജയാണ് അല്ലെങ്കിൽ ഞെണുവാണ് ദുആ എന്ന് പറയുന്നത്. ആ ദുആ അല്ലാഹു തആലാക്ക് നമ്മൾ അർപ്പിക്കണം. അത് പുണ്യമായ ഒരു അമലാണ്. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയാൻ ആജ്ഞാപിക്കുകയാണ്. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ ദുആ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ എൻ്റെ റബ്ബ് പരിഗണിക്കുമായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും തന്നെ പരിഗണിക്കുകയില്ല. അള്ളാഹു പരിഗണിക്കുന്നത് നമ്മൾ അല്ലാഹു തആലാക്ക് അർപ്പിക്കുന്ന യാചന കാരണമായിക്കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആയതുകൊണ്ട് അല്ലാഹു തആലാക്ക് നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ദുആ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാത്തിനേക്കാളും വലിയ ശക്തമാണ് ദുആ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്ത് വലിയ വലിയ പർവ്വതങ്ങളുണ്ട്. ആ വലിയ പർവ്വതത്തെ ഇടിച്ച് പൊടിച്ച് തരിപ്പണമാക്കാൻ ഇരുമ്പിന് കഴിയുന്നതാണ്. എന്നാൽ ആ ഇരുമ്പ് വലിയ ശക്തിയുള്ള ഒന്നാണ് എന്ന് ഈ വർത്തമാനകാലത്ത് നമുക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. JCB പോലെയുള്ള ആധുനിക യന്ത്രങ്ങൾ അതിന് ഉദാഹരണമാണ്. ഏതായാലും ആ ഇരുമ്പ് എന്ന ശക്തിയായ ആ വസ്തുവിനെ അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അഗ്നിക്ക് കഴിയുന്നതാണ്. അഗ്നിയിൽ ഇരുമ്പ് ചുട്ട് വേവിച്ച് അതിനെ ഇടിച്ച് പരത്താൻ അതിൻ്റെതായ ആളുകൾ ഉപയോഗിക്കുന്നത് അഗ്നിയാണ്. അഗ്നി മുഖേനയാണ് അതിനെ വകവരുത്തുന്നത്. എന്നാൽ ആ അഗ്നിയെക്കാളും ശക്തമായ ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം മുഖേന നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് അഗ്നിയെ കെടുത്താൻ സാധിക്കുക എന്നത്. എന്നാൽ ആ ആ വെള്ളത്തെക്കാളും ശക്തമായ ഒന്നുണ്ട്. അതാണ് കാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നിൻ്റെ മീതെയായിക്കൊണ്ട് നിൽക്കുകയാണ് ശക്തിയുടെ വിഷയത്തിൽ. എന്നാൽ ഈ പറയപ്പെട്ട എല്ലാത്തിനേക്കാളും വലിയ ശക്തിയാണ് ദുആക്കുള്ളത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ദുആക്ക് ഒതുങ്ങാത്ത ഒന്നും തന്നെ ഇല്ല. ആ ദുആൻ്റെ കീഴ്പ്പെടാത്ത ഒന്നും തന്നെ ഇല്ല. പക്ഷേ അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതൊക്കെ ഹലാലായിരിക്കണം. എങ്കിലേ ദുആക്ക് ഉത്തരമുണ്ടാകുകയുള്ളൂ. അള്ളാഹു എന്ന പേര് ഇസ്മുൽ-ആദമാണ്. ഇസ്മുൽ-ആദം കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ ആളുകൾ ആ ദുആ അള്ളാഹു തആലാൻ്റെ ഇസ്മുൽ-ആദം വിളിച്ചുകൊണ്ട് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിന് പണ്ഡിതന്മാർ മറുപടി പറയുന്നത് തന്നെ, ഒരാൾ ഇസ്മുൽ-ആദം കൊണ്ട് ദുആയിരുന്നു, പക്ഷേ അവൻക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? അല്ലാഹു തആലാൻ്റെ റസൂലിൻ്റെ ഹദീസിലുണ്ടല്ലോ, ഒരാൾ ദുആ ചെയ്യുന്നു ഏത് സ്ഥിതിയിൽ, മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മശ്റബുഹു ഹറാം, ഒക്കെ കുടിക്കുന്നതും തിന്നുന്നതും പിന്നെ ധരിക്കുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം ഹറാമാണ്. ഹറാമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദുആ
ഫഅന്ന യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാണ്, എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. ആയതുകൊണ്ട് നിബന്ധന ഒത്തുകൊണ്ടുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന വിഷയത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കുവാനും അവനോട് കാര്യങ്ങൾ താന്നു കൂന്ന് പറഞ്ഞ് ദുആ ചെയ്യുവാനും അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും അള്ളാഹു ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.